അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലീല നാരായണൻ. ഞാൻ കൂത്താട്ടുകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2022 ജൂൺ മാസത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അത് കൃപാസനത്തിൽ വരാനുള്ള കാരണം എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയ്ക്കിങ്ങനെ ക്യാൻസറിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു. അവർ കൃപാസനത്തിൽ ഞങ്ങൾ പോയിട്ട് വരുവാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആർത്രൈറ്റിസ് രോഗം കൊണ്ട് ഞാൻ അമൃതയിലെ ചികിത്സയിലിരിക്കുന്ന സമയമാണ്. നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ് മോൻ അവിടെ വരുന്നത്. അപ്പോൾ മോനോട് പറഞ്ഞു, കൂട്ടുകാരനോട് ജോജു പറഞ്ഞു, എടാ ദീപു, നമുക്ക് അമ്മേനെ ഒന്ന് കൊണ്ടുപോകാവാടാ, നമുക്ക് കൃപാസനത്തിൽ പോയി എന്താണെങ്കിലും മാറ്റം വരും. അങ്ങനെ എൻ്റെ മോനാണ് എന്നെ ഇവിടെ അന്ന് കൊണ്ടുവന്നു. പക്ഷേ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം കൊറോണയൊക്കെ കഴിഞ്ഞ് എൻ്റെ മകന് വണ്ടിയുടെ ബിസിനസ്സായിരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് വളരെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വണ്ടിയുടെ CC അടയ്ക്കണം, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ രോഗത്തെ കഴിഞ്ഞും എനിക്ക് പ്രധാനം എൻ്റെ മോനൊരു സ്ഥിരമായൊരു പണി. കാരണം അവനൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കട, ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് അവൻ കടയിൽ നിന്ന് കട വേറൊരു കൂട്ടുകാരന് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ആ കൂട്ടുകാരനെ ആ കട ഏറ്റെടുത്തു. അങ്ങനെയാണ് പുള്ളി ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചു, ഇവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത്, എൻ്റെ ദൈവമേ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മാതാവേ, എൻ്റെ മോനെ അവൻ്റെ കൂട്ടുകാരൻ വിളിക്കണം, ചേട്ടായി വീട്ടിൽ ഇരിക്കുമല്ലേ, ഇപ്പം വണ്ടിയുടെ ബിസിനസ് ഇല്ലല്ലോ, ഇങ്ങോട്ട് വാ ചേട്ടായി എന്നൊന്ന് വിളിച്ച് പറയണം. ഞാൻ ആദ്യത്തെ എൻ്റെ മനസ്സിൽ സങ്കടം അതായിരുന്നു. ഞാൻ ഇവിടെ നിന്നെല്ലാം ഉടമ്പടി വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം പോയി 3-ാമത്തെ ദിവസം കൂട്ടുകാരൻ വിളിക്കുവാണ്, ദിവ്ചേട്ടായി അവിടെ എന്തെടുക്കുവാണ്, ദിവ്ചേട്ടായി കടയിലോട്ട് വാ, അവിടെ ഇരിക്കുമല്ലേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അന്ന് കടയിൽ ചെന്നാണ്. ഇന്നും എൻ്റെ മകൻ ആ കടയിൽ ജോലിയാണ്, ആ കടയിലാണ് ഇന്നും നിൽക്കുന്നത്. അതെന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ രോഗമായിരുന്നു. അതുപോലെ തന്നെ കരൾ രോഗം ഉണ്ടായിരുന്നു. കോൺസ്റ്റിപ്പേഷൻ കാരണം വർഷങ്ങളായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാനത് 2-ാമത്തെ ഉടമ്പടിയായിട്ട് വെച്ചു. ഇവിടെ നിന്ന് കിട്ടിയ തൈലവും ഉപ്പും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ചൂടുവെള്ളത്തിലൊഴിച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി. കുറേ ദിവസം കഴിച്ചു, പെട്ടെന്നൊന്നും മാറ്റം വന്നില്ല. കുറേ ദിവസങ്ങൾ കഴിച്ചു. വയറ്റിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് പോവുകയുള്ളൂ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ പാടില്ല, എനിക്ക് തന്നെ വയറിനൊരു സുഖമായി തുടങ്ങി. എൻ്റെ ഈ രോഗം പയ്യെ മാറി. എനിക്കിന്ന് ഒരു കുഴപ്പവുമില്ല. എനിക്ക് വളരെയധികം സുഖമാണ്. എൻ്റെ വയറിന് അത്രമാത്രം എനിക്ക് സന്തോഷമാണ്. കാരണം അത്രമാത്രം ഞാൻ വിഷമിച്ചതാണ്. പിന്നെ ആർത്രൈറ്റിസ് എന്നുള്ള രോഗം, ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി എന്നെ അങ്ങോട്ട് വിടരുത്, 20,000 രൂപയിൽ കൂടുതലാകും ഞാൻ ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പം. എൻ്റെ മകൻ അതിനുള്ള വരുമാനം ഇപ്പം ഇല്ല. അതുകൊണ്ട് അമ്മേ, എൻ്റെ രോഗം എനിക്ക് മാറ്റിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോയി. അന്ന് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ വരുന്നതിന് 1 മാസം മുമ്പ്. പിന്നെ ഇന്ന് വരെ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. ഞാൻ ഈ ഉപ്പും തൈലവും കൊണ്ട് മാത്രം ഞാൻ ജീവിക്കുവാണ്. അങ്ങനെ എൻ്റെ ആ അസുഖത്തിന് പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റം വന്നു. പിന്നെ എൻ്റെ അടുത്ത ഉടമ്പടി, എൻ്റെ കുഞ്ഞു മോളുടെ കഴുത്തിൽ, എൻ്റെ കുഞ്ഞു മോളുടെ കഴുത്തിൽ ഒരു കറുത്ത പാടായിരുന്നു. മുടിയുടെ കളറാണ്. ആ മുടിയുടെ കളർ ഇങ്ങനെ ചുറ്റും മുടിയുടെ കളർ പോലെ ഇങ്ങനെ കറുത്ത് കിടക്കുവാണ്. ഞാനിവിടെ വന്ന് അവളുടെ അമ്മ സൗദിയിലാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഇവക്ക് പഞ്ചസാര ഇട്ട് കൂടുതലും ചായയൊക്കെ കൊടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ വന്നത്, വല്ല രോഗങ്ങളാണോ? എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ഇവിടെ വന്ന് അമ്മയോട് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചു. അവിടെ ചെന്ന് തൈലവും ഉപ്പും ഇട്ട് ഞാൻ അവൾക്ക് ഇത് തേച്ച് കൊടുത്തു. അടുത്ത ഉടമ്പടിക്ക് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൊച്ചിൻ്റെ കഴുത്ത് അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കളർ അവിടെ അതേ കളറിലായി മാറി. അതെന്നെ വളരെയധികം നമ്മുടെ അടുത്തുള്ള എല്ലാ അയൽവക്കംകാർക്കും മനസ്സിലായി. ഇത് ഉടമ്പടിയിൽ പോയതുകൊണ്ട് ലീല ചേച്ചി അവിടെ ചെന്ന് ഇത് വെച്ചതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അടുത്തായിട്ട് ഞാൻ ചെയ്തത്, എനിക്ക് വീടുണ്ടായിരുന്നു, പക്ഷേ ഓടിട്ട വീടായിരുന്നു. ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ നനയുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഓടിട്ട സ്ഥാനത്ത് എനിക്കൊരു ഒരു വീട് തരണം അമ്മ എന്ന് പറഞ്ഞു. എനിക്കിന്ന് അമ്മ വാർത്ത വീട് തന്നു. അതിലും അമ്മ എന്നെ അനുഗ്രഹിച്ചു. ചോദിച്ചതെല്ലാം എനിക്ക് അമ്മ തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക്
കിണറിനകത്ത് വെള്ളമില്ലെന്ന്, കുഴക്കിണർ അടിച്ച ശകലിച്ചേ കയറി വരുള്ളൂ. അപ്പം ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, നമുക്ക് കിണർ വെള്ളം ഇല്ലാഞ്ഞിട്ട് അവർ വെള്ളം കുറഞ്ഞപ്പം അവർ സമ്മതിച്ചില്ല, അപ്പോൾ ഉപ്പും നമ്മുടെ തേൻ കൊണ്ടൊഴിച്ചെന്ന് പറഞ്ഞു. ഞാനും ഇതുപോലെ തന്നെ നമ്മുടെ കിണറിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ തൂത്തു. ഇപ്പം എനിക്ക് 1 മണിക്കൂർ കൊണ്ട് അടിക്കേണ്ട കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളം 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടാങ്ക് നിറയും. അത്രമാത്രം സ്പീഡിലാണ് വെള്ളം വരുന്നത്. അതെനിക്ക് വളരെയധികം സാക്ഷ്യമാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നത് വെള്ളം കിട്ടാനായിട്ട്. ഇത്രയുമാണ് എനിക്കിത് ഉടമ്പടി വെച്ചിട്ട് കിട്ടിയ എൻ്റെ അനുഗ്രഹങ്ങൾ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പർ കാര്യങ്ങൾ എല്ലാം ഞാനിങ്ങനെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കൊടുക്കാൻ. പക്ഷേ പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല. ആശുപത്രിയിലെല്ലാം ഞാൻ കയറി ഇറങ്ങി ഓരോ ബെഡിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരോടും പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ അപ്പം പിന്നെ ആയപ്പോൾ എന്നെ അവർ കാത്തിരിക്കുമോ, അയ്യോ ചേച്ചി വന്നില്ലല്ലോ, പേപ്പറുമായിട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പോലും ഞാൻ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി കൊടുക്കും. പിന്നെ നമ്മുടെ ഇവിടുത്തെ പ്രതീക്ഷാഭവൻ എന്ന് പറഞ്ഞ ഒരു അനാഥ മന്ദിരമുണ്ട് ഈ പ്രായമായവരുടെ. ഒരു ദിവസത്തേക്ക് 10 കിലോ അരിയാണ് അവർക്ക് 40 പേർക്കുള്ള ആഹാരം. ഞാൻ അത്രയ്ക്കുള്ള ഓരോ മാസവും ഞാൻ അരി മേടിച്ച് അവിടെ കൊണ്ട് കൊടുത്ത് അവരോടൊപ്പം പച്ചക്കറിയൊക്കെ കൊണ്ടുപോയി അവിടെ അരിഞ്ഞ് പിറക്കി ഞാനും അവരോടൊപ്പം ഇരുന്ന് പണിയാനൊക്കെ കൂടി ഞങ്ങൾ അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെങ്കിൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ എനിക്ക് ഇതിൽ കൂടുതൽ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട അനുഗ്രഹം. ഇനിയും എനിക്ക് അമ്മ അനേകം അനുഗ്രഹം തരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പരിശുദ്ധ